ஒரிஜினல் பிரீடு கடக்நாத். அவட பெருவெட்டு குஞ்சுகள். செவ்வாய்க்கிழமை புளியகுளம், புதன்கிழமை அன்னைக்கு ஆவாரம்பாளையம், வியாழக்கிழமை அன்னைக்கு மஸ்காலிபாளையம், ഗാന്ധി മാനഗർ, വെള്ളിക്കിഴമ വരദരാജപുരം, മറസൂർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ യുനസ് പൊന്തല. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിലുള്ള ഒരു ചന്തയിലാണ്, അതായത് ആഴ്ചയിൽ നടക്കുന്ന ചന്തയിലാണ്. எப்படி பரவாயில்லையா இங்கே பிஸ்னஸ்? ஓரளவுக்கு போயிட்டுருக்கு. லாக்டவுனுக்கு அப்புறம் கொஞ்சம் ஸ்லோ தான். லாக்டவுனுக்கு முன்னாடி எங்களுக்கு மார்க்கெட் உள்ள இது அடைப்பு இருக்கிறதுனால ரோட்டில் போட்டுருக்கு. அந்த கோயிலுக்குள்ளே தான் இருந்துச்சு முன்னாடி, கோயிலுக்குள்ளே இருந்த மார்க்கெட்டு லாக்டவுனுக்கு அப்புறம் ரோட்டில் போட்டு வியாபாரம் பண்ணுறோம். வியாபாரம் கொஞ்சம் ஸ்லோ தான். இன்னும் ஒரு 2 மாதத்தில் உள்ளே போகும்னு சொல்லியிருக்கிறாங்க. നമ്മുടെ കർഷക സമരമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാർക്കറ്റ് എന്നത് അതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, കർഷകർക്ക് ഡയറക്റ്റായിട്ട് ഇടനിലക്കാരില്ലാത്ത രൂപത്തിൽ നേരിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇത് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് ഒരു സ്കീം ഇറക്കിയിരുന്നു. അതായത് ഉഴവർ സന്தை എന്ന പേരിലുള്ള ഒരു സ്കീം ഇറക്കിയിരുന്നു. അതായത് ഇതേ ഒരു മോട്ടീവ് വെച്ച്, അതായത് കർഷകർക്ക് ഡയറക്റ്റായിട്ട് ഇടനിലക്കാരില്ലാത്ത രൂപത്തിൽ നേരിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു സ്കീം. ஒரு நாள் வியாபாரம், சந்தை வியாபாரம் வாரத்துக்கு ஒரு முறை. ஏன்னா நீங்கள் எல்லா பக்கமும் போயிடுமா? இங்கிருந்து இப்போ இன்னைக்கு ஞாயிற்றுக்கிழமை கிளம்பும்போது மறுபடியும் அடுத்த வேற சந்தைக்கிழமை துடியலூர் அப்படியே மாறி சந்தைக்கு. செவ்வாய்க்கிழமை புளியகுளம், புதன்கிழமை அன்னைக்கு ஆவாரம்பாளையம், வியாழக்கிழமை அன்னைக்கு மஸ்காலிபாளையம், காந்தி மாநகர், வெள்ளிக்கிழமை வரதராஜபுரம், மரசூர். மாறி போயிடும். கோயில் பக்கத்துல தான் எப்பவுமே இருக்கும். எதனால கோயில் பக்கத்துல வந்துட்டு இருக்கு? அது அம்மனுடைய அரிசிக்கிறதுக்காக வேண்டி எல்லாரும் இடம் வந்து கோயில் இடங்கள் இருக்கிறதுனால ഈ ഒരു ചന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത ചന്ത ഓരോ സ്ഥലങ്ങളിലും ഓരോ ആഴ്ചയിലും, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വേഴം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ ചന്ത ഉണ്ട്. പക്ഷേ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവരുമുണ്ട്. അതേപോലെ കർഷകർ അവരുടെ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കുന്നവരുമുണ്ട്. ഇപ്പം ഇനി ഉള്ളത് നമ്മുടെ പൂവ്, ഒരുപാട് സാധനങ്ങളുണ്ട് ചന്തയിൽ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അധികം ആളുകളൊന്നും വന്നിട്ടില്ല. അധികமாக இப்போ முன்ன விட அதிகமாக ஆள் இல்லையா? இப்போ கம்மியாயிடுச்சா? என்ன கொரோனா டைமில் தானே காட்டிங்க? ரொம்ப வியாபாரம் கம்மி. சரி, இந்த பூவெல்லாம் நீங்கள் வாங்கி விற்கிறதா? அதை வாங்கி தான் விற்கிறதா? எங்கிருந்து? 1000 ரூபா 2000 ரூபா அந்த மாதிரி வாங்குவோம். பரவாயில்லையா? இதே கம்மி பரவாயில்லைங்க. இதே கம்மியாக தான் ஓடுங்க. விலை ஜாஸ்தினா கொஞ்சம் வியாபாரம் கம்மி. அப்புறம் மழை சீசனு, ടീ പാത്രങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. തേങ്ങയൊക്കെ ഇവിടെ സുലഭമായിട്ട് ഇങ്ങനെ വിൽപ്പന വെച്ചിട്ട്. തേങ്ങ എന്താ പറയുക റേറ്റ് നമ്മൾ ചോദിച്ചു നോക്കാം. അതൊക്കെ തേങ്ങ എவ்வளோ റേറ്റ്? தேங்க ஜோடி 350, ஜோடி 40, ஜோடி 50ங்க. ജോഡിന് എவ்வளோ? 2. 2 തേങ്ങ. 2 തേങ്ങ 40, 2 തേങ്ങ 50, 350, 3 കായ 50. 3 തേങ്ങക്ക് 50. அண்ணா பழம் எவ்வளோ? எல்லாமே பரவாயில்ல. பழம் செவ்வாழை கிலோ 50, பூம்பழம். நம்ம கேரளா பழம் இருக்குமா? കേരള പഴം ഇല്ല. കേരള പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേന്ത്രപ്പഴം കേട്ടോ. നേന്ത്രപ്പഴം കിലോ 30, 40 അന്ന மாதிரி. ഇത് ഉള്ളി, നമ്മുടെ നാട്ടിൽ കാണുന്ന ഉള്ളി. ഈ ഉള്ളി കുറച്ചുകൂടി ഒരു നല്ല കളറാണല്ലോ ഇത്. ഇത് ചോദിച്ചപ്പോൾ ഇത് മൈസൂർ ഉള്ളിയാണല്ലോ. മൈസൂർ വലിയ ഉള്ളിയാണ്. പക്ഷെ നല്ല രസമുള്ളൊരു എന്താ പറയുക, നല്ല ചുവന്ന് വേറൊരു കളറാണ് മൈസൂർ വെങ്കായത്തിന്. വാര வந்துடும் இல்லையா? வாரம் இதுக்காக பர்ச்சேஸ் பண்ணிட்டு ஒரு வாரத்துக்கு உண்டானதெல்லாம் வாங்கிட்டு പോകും. അതായത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരാഴ്ചക്ക് വാങ്ങിയിട്ട് ഒരാഴ്ച അടുത്ത ആഴ്ച ഇങ്ങോട്ട് വന്നിടും. ഇங்கே ഏരിയ ഗണപതി ഇതാ നമ്മുടെ ഈ ഏരിയ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആളുകൾ. ശരി, ഓക്കെ, താങ്ക്സ്. അതായത് ഈ ഒരു ആഴ്ചയാണ് ഇവിടെ, ഇപ്പോൾ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത നടക്കുന്നത്. ഈ ഒരു ആഴ്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ലാഭകരമാണെന്ന് പറഞ്ഞത് ആൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നാടൻ കോഴികളൊക്കെ കാണുന്നത്. നാടൻ കോഴികൾക്ക് എന്താ റേറ്റ് എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. நாட்டுக்கோழி 450 ரூபா, பண்ணைக்கோழி 250 ரூபா. அங்கக்கோழி அப்படின்னு சொல்ல முடியல. அங்கக்கோழியா அந்த இது இருக்குங்களா? நிறைய டைப் கோழி இருக்கும்ல? ஆமாம், எல்லாமே இருக்கு. எல்லாம் 2 வெரைட்டி இருக்குது. அப்படியா? ஆமாம். 2னா பண்ணைக்கோழி ஒரு ஐட்டம், நாட்டுக்கோழி ஒரு ஐட்டம். நாட்டுக்கோழி 500 வரைக்கும் விற்கும்.
பண்ணக்கோழி வந்து 250 ரூபா விற்கும். 10-20 கம்மினாலும் விற்றுருவோம். பண்ணக்கோழினா என்ன கோழி? பண்ணக்கோழினா அது கொஞ்சம் மூக்கெல்லாம் வெட்டி கிராஸாக இருக்கும் அந்த கோழி. அது இதெல்லாம் பார்த்துக்காமா இந்த மாதிரி இருக்கும். நாங்கள் இதுதான் வியாபாரம் பண்ணிட்டு இருக்கிறோம். അവിടെ നോക്കിയോളി കടക്നാഥ്, അവിടെ ഒറിജിനൽ ബ്രീഡ് കടക്നാഥ്, അവിടെ പെരുവെട്ട് കുഞ്ചുകൾ കടക്കനാഥ്. കൈരളിന്റെ ഫാമിംഗ് കടക്കനാഥല്ല എവിടെ വരും? അതിന്റെ ഓൺലൈനിൽ 800, നമ്മളുടെ 600. ശരിക്കും പറഞ്ഞാൽ സാപ്പിടാനുള്ള നാടൻ കോഴികളാണ്. നാടൻ കോഴികളാണ് ഒരു ഉപകാരം. ഇവിടെ ഇങ്ങനെ തക്കാളി ഇങ്ങനെ കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിലോ എത്ര എന്നൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. പിന്നെ അതുപോലെ നമ്മുടെ കപ്പ, മരച്ചീൻ എന്നൊക്കെ പറയുന്ന പൂള എന്നൊക്കെ പറയുന്ന സാധനം, അതുപോലെ ബീട്രൂട്ട്, കുറച്ച് കാണാമെന്ന് കാരണം എന്താ വെച്ചാൽ അവരവരുടെ തോട്ടത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഇത് തക്കാളിയല്ലേ എവിടെയാണ്? 10 രൂപ. തക്കാളി കിലോ 10. ഇത് എന്താ മരവള്ളി കിലോ 20. ബീട്രൂട്ട് കിലോ 20. മരവള്ളി 20 കിലോ. ആ കോവിലിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ചന്ത, നല്ല രീതിയിൽ ചന്ത നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ഈ കൊറോണ സിറ്റുവേഷൻ കാരണം ഇവിടുത്തെ ചന്തയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ആ മഴ കാരണങ്ങൾ, ഇവിടെ ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ നല്ല മഴയാണ്. മഴ കാരണമായതുകൊണ്ടുള്ള ഒരു വളരെ കുറഞ്ഞ രീതിയിലേ കാണുന്നുള്ളൂ. ഇനിയും നല്ല രീതിയിൽ ചന്തകളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ മാറിയാലേ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇതുപോലെയുള്ള ഇനി വീഡിയോസിനുമായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.